മത്സര പരീക്ഷകളിൽ വിഷയപരിജ്ഞാനം പോലെ തന്നെ പ്രധാനമാണ് പൊതുവിജ്ഞാനവും. പൊതുവിജ്ഞാനം മിക്ക പരീക്ഷകളിലും പ്രത്യേക വിഷയമാണ്. ഇക്കഴിഞ്ഞ ചലച്ചിത്ര പുരസ്കാരവും മറ്റു ചില സംഭവങ്ങൾ. ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുത്ത മികച്ച നടൻ മമ്മൂട്ടി ഭ്രമയുഗം എന്ന സിനിമയിൽ അഭിനയിച്ചതിന്. മികച്ച നടി ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് വേണ്ടി. ജനപ്രിയ സിനിമ പ്രേമലു. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. പ്രത്യേക ജൂറി പരാമർശം നേടിയ അഭിനേതാവ് ആസിഫ് അലി. മികച്ച ഗായകൻ KS ഹരിശങ്കർ ARM എന്ന മൂവിക്ക് വേണ്ടി. മികച്ച ഗാനരചയിതാവ് വേടൻ, ഗാനം കുതന്ത്രം. മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം, മഞ്ഞുമൽ ബോയ്സ്. മികച്ച നവാഗത സംവിധായകൻ അഥവാ പുതുമുഖ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ഫെമിനിച്ചി ഫാത്തിമ എന്ന ഫിലിം. ദേശീയ തേനീച്ച വളർത്തൽ ആൻഡ് തേൻ മിഷൻ NBHM നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സംഘടന നാഷണൽ ബീ ബോർഡ്. പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന പദ്ധതി സേഫ്. 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരം ലക്നൗ. കിഫ്ബിയുടെ പങ്കാളിത്തത്തോടെ സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. 2025 നവംബർ 24 സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേൽക്കുന്നത് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. വളരെ കുറച്ച് ചോദ്യോത്തരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.